ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പവർ ടു എംപവറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2024 മെയ് മാസം 10-ാം തീയതി ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി, പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാനായി പരിശുദ്ധ സഭ കാത്തിരിപ്പിൻ്റെ നാളുകളായി ക്രമീകരിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 51 പാവബോധവും പശ്ചാത്താപവും ഉളവായ ദാവീദ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് വിലപിക്കുന്ന, നെഞ്ചുപൊട്ടി വിളിക്കുന്ന തിരുവചനത്തിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ കാതോർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് പ്രാവ്. പ്രാവിൻ്റെ പ്രത്യേകത, പ്രാവൻകൂട്ടിൽ നമ്മൾ പ്രാവിനെ പിടിക്കാൻ പോയാൽ ആ പ്രാവുകൾ നമ്മെ ശല്യപ്പെടുത്താതെ, നമ്മളെ ഉപദ്രവിക്കാതെ വിപരീത ദിശയിലേക്ക് പറന്നു പോവുകയും പിന്നീട് ഒരിക്കലും ആ കൂട്ടിലേക്ക് പ്രാവുകൾ തിരികെ വരാറുമില്ല. നേരെ മറിച്ച് ഒരു കാക്കക്കൂട്ടിൽ ഒരു കാക്കക്കുഞ്ഞിനെടുക്കാൻ നമ്മൾ പോയാൽ ആ കാക്കകളും തൊട്ടടുത്തുള്ള കൂടുകളിലെ കാക്കകളും എല്ലാം കൂടെ നമ്മളെ എത്രമാത്രം ഉപദ്രവിക്കാമോ അങ്ങനെ നമ്മൾ ഉപദ്രവിക്കും. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സിമ്പൽ പ്രാവാണ്. പ്രാവിൻ്റെ പ്രത്യേകത, ഒരിക്കൽ ഒരു കൂട്ടിൽ ഉണ്ടാകുന്ന അനുഭവം, തിക്താനുഭവം പിന്നീടൊരിക്കലും ആ കൂട്ടിലേക്ക് വരാത്ത വിധം പ്രാവിൻ്റെ കുഞ്ഞിനെ നമ്മൾ പിടിക്കാൻ പോയാൽ തള്ളപ്രാവ് വിപരീത ദിശയിലേക്ക് കണ്ണുനീർ ഒഴുകിക്കൊണ്ട് പറന്നു പോകും. ആയതുകൊണ്ടാണ് നമ്മുടെ ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ, ബോധപൂർവം മനഃപൂർവ്വം മനസ്സോടും മനസ്സുകൂടാതെയും നമ്മൾ ചെയ്തു പോയ പാപം, അതുവഴി നമുക്ക് നഷ്ടമാകുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും ഉജ്ജ്വലിക്കുവാൻ വേണ്ടി പരിശുദ്ധ സഭ വർഷാവർഷം സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം 10 ദിവസം യേശുതമ്പുരാൻ്റെ വാഗ്ദത്ത വചനമായ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്കൊരു സഹായകനെ തരും, ആ സഹായകനും ആ കാര്യസ്ഥനുമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും കാത്തിരുന്നു. ആയതുപോലെ ഇന്നു മുതൽ നമുക്കും കാത്തിരിക്കാം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നടക്കരുതേ എന്ന് വിലപിച്ച് നെഞ്ചുപൊട്ടി വിളിച്ച ദാവീദിനെ പോലെ നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്താം. പരിശുദ്ധാത്മാവിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമായ പുത്തൻ അഭിഷേകത്താൽ ജ്വലിച്ച് കരുത്തുള്ളവരായി തീരുവാൻ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മകനും മകളും 2024 മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്താൽ കൃപാവരങ്ങളാൽ ജ്വലിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ജയ്മോനച്ചൻ.